കാരണം സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് ആശ്വാസത്തിന് വക നൽകിയാൽ ശ്വാസം വിടാൻ അഥവാ ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോ ശ്വാസം വിടാൻ കഴിയാതെ ഏറ്റവും വലിയ വേദന കടിമപ്പെടുമ്പോ ആശ്വാസത്തിന്റെ വഴി ഒരുക്കി കൊടുത്താൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അവന്റെ ഒരുപാട് വിഷമങ്ങളെ അള്ളാഹു ആശ്വാസത്തിന്റെ വഴിയിലൂടെ രക്ഷയുടെ മാർഗം ഒരുക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രവർത്തനം എന്നുള്ളത് അതുപോലെ തന്നെ പരിശുദ്ധ റസൂല് പറയുന്നു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ആരെങ്കിലും തന്റെ സഹോദരനെ സഹായിക്കുന്നതിലായാൽ അള്ളാഹു അവനെ സഹായിക്കുന്നതിലാകുന്നതാണ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടപ്പെടുന്ന മനുഷ്യനെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ സഹായിക്കാൻ അല്ലാഹു മുന്നോട്ട് വരുന്നതാ. പരിശുദ്ധ റസൂലിന്റെ സ്വഭാവം അതാണ്. ഒരിക്കൽ ഒരു പെരുന്നാളിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ഒരു കുഞ്ഞുമോൻ ഒരു കൊച്ചുകുടിലിന്റെ മുറ്റത്ത് നിന്ന് തേങ്ങിക്കരയുന്ന കാഴ്ച കണ്ടപ്പോ SKSSFന്റെ റിലീഫിന്റെ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതിന് വേണ്ടുന്ന പിന്തുണയും സാമ്പത്തിക സഹായവും നൽകി അതിനെ പരിപോഷിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ കേൾക്കണോ പരിശുദ്ധ റസൂലിന്റെ മാർഗം. ആ കുഞ്ഞു മോനെ കരയുന്നത് കണ്ടപ്പോ അരികിൽ ചെന്ന് ചോദിച്ചു, മോനെ എന്തിനാണടാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ ആ കുഞ്ഞു മോനെ പറയുകയാണ്, ഇന്ന് പെരുന്നാളിന്റെ ദിനമല്ലേ, നോക്കൂ പാടത്തും പറമ്പിലും എന്റെ കളിക്കൂട്ടുകാരെ തുള്ളിച്ചാടി കളിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ട ആദ്യത്തെ പെരുന്നാളാ, എനിക്കൊരു പുത്തനെടുപ്പ് വാങ്ങിത്തരാൻ എന്റെ ഉപ്പയില്ലല്ലോ. എന്റെ ഉപ്പ മരണപ്പെട്ട പെരുന്നാളായത് കൊണ്ട് എന്റെ കൂട്ടുകാരെ പോലെ ഒരു പുതിയ വസ്ത്രം വാങ്ങി ഒരു പുതിയ വസ്ത്രം ധരിച്ചിട്ട് എനിക്ക് ആനന്ദ തുന്തിരതാകാതെ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കുന്ന കുഞ്ഞുമോന്റെ മുഖത്ത് നോക്കിയപ്പോ കാരുണ്യത്തിന്റെ കടലായ നമ്മുടെ കരളിന്റെ കഷ്ണമായ റൂഹി ഫിദാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നുമോനെ കരയല്ലടാ, എന്റെ കണ്ണുനീര് കാണാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു ആ കുഞ്ഞുമോനെ വാരിയെടുത്തിട്ട് ആയിഷ ബീവിയുടെ അരികിൽ കൊണ്ടുപോയിട്ട് പറയുന്നു, ആയിഷ ഈ കുഞ്ഞുമോനെ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കുമോ ആയിഷ? ഈ പെരുന്നാളിന്റെ ദിനത്തിൽ പാവപ്പെട്ട ഈ കുഞ്ഞുമോനെ കരയുന്നത് എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു ആയിഷ, എന്റെ കണ്ണുകളെ നനയിച്ചു ആയിഷ. പിതാവ് മരണപ്പെട്ട ആദ്യത്തെ പെരുന്നാളായത് കൊണ്ട് ഈ യതീമായ കുട്ടി കരയുന്നു. എന്റെ ഉപ്പയുണ്ടെങ്കിൽ എനിക്കൊരു പുതിയ വസ്ത്രം അണിയാമായിരുന്നു. എന്റെ ഉപ്പയില്ലല്ലോ, എന്റെ ഉമ്മാക്ക് എന്നെ സാന്ത്വനിപ്പിക്കാനെ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ആയിഷ മറക്കരുത്, ഈ കുഞ്ഞുമോനെ ലോകത്ത് യതീമായി പിറവിയെടുത്ത ഈ മുഹമ്മദിന് ഈ കുഞ്ഞുമോന്റെ വേദന സഹിക്കുന്നില്ല ആയിഷ. ആയിഷ ബീവി ആ കുഞ്ഞുമോനെ വാരിയെടുത്തിട്ടോ കുളിപ്പിച്ചു കൊടുത്തു, ഒരു പുതിയ വസ്ത്രം അണിയിച്ചു കൊടുത്തോ. ആ കുട്ടിയുടെ സങ്കടം മാറി. പിന്നീട് സന്തോഷത്തോടെ തുള്ളിച്ചാടി കളിക്കുകയാ, ആനന്ദത്തോടു കൂടി നൃത്തം വെക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ കുഞ്ഞുമോന്റെ സന്തോഷം കണ്ടപ്പോ കണ്ണുകൾ നിറച്ചിട്ട് പറഞ്ഞു, അമാതറലാ അന്ന അബാകലിൽ മുഹമ്മദ്. കുഞ്ഞുമോനെ നീ കഷ്ടപ്പെടേണ്ട, വേദനിക്കണ്ട, നീ സങ്കടപ്പെടണ്ട, നീ കണ്ണുനീരൊലിപ്പിക്കണ്ട. നിന്റെ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹം പകരാൻ ഈ മുഹമ്മദ് ഉണ്ടട മോനെ. നിന്റെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹം പകരാൻ ആയിഷയുണ്ട് മോനെ. നിന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹം പകരാൻ ഫാത്തിമയുണ്ടട മോനെ. നീ വേദനിക്കരുതെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് കാരുണ്യത്തിന്റെ കവാടം തുറന്നു കൊടുത്തെങ്കിലാ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാരുണ്യം എവിടെ നിന്ന് കടന്നു വന്നതാ? ഈ പരസ്പരം കരുണ ചെയ്യൽ എവിടെ നിന്ന് കടന്നു വന്നതാ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ് അല്ലാഹു? അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്. അവിടുത്തെ തിരുദൂതരാ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ ദൂതർ ലോകത്തോട് പറഞ്ഞതാ, ഇർഹമൂ മൻ ഫിൽ അർള്